അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ചെറുപയർ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് ചെറുപയർ കൊണ്ട് ഒരു അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഈ ചെറുപയർ മുളപ്പിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് 6 ദിവസം പ്രായമായിട്ടുള്ള ചെറുപയർ മുളപ്പിച്ചതാണ്. നമുക്കിതിൻ്റെ വേരോട് കൂടി തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ ചെറുപയറെല്ലാം വേരോട് കൂടി പറിച്ചെടുത്ത് നന്നായി കഴുകി വെച്ചേക്കാണ്. അപ്പോൾ ഒരു ഉരുളിയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെറുപയർ നന്നായി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 4 അല്ലി കറിവേപ്പില, ഒരു പിടി ഉള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞെടുത്തത്, 3 ഉരുളക്കിഴങ്ങ് നന്നായി വേവിക്കുക, പിന്നെ 5 പച്ചമുളക് അരിഞ്ഞത്, 4 കോഴിമുട്ട, കൂടെ ഇച്ചിരി ബ്രെഡ് ക്രംസും. ഇനി നമുക്ക് നമ്മുടെ ഉരുളി വെക്കാം. അതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി മീറ്റ് മസാല ഇത്തിരി അധികം ഇടുന്നതായിരിക്കും നല്ലത്, അതിനുള്ള ഫ്ലേവർ കിട്ടാൻ. ഇവിടെ ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് വഴറ്റി വരാനായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി വേവുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ച ചുവയൊക്കെ മാറിക്കിട്ടണം. ഇതിപ്പോൾ നന്നായി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. കറിവേപ്പില നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ച് ചേർക്കാം. ഉരുളക്കിഴങ്ങ് നന്നായി ഉടഞ്ഞ് നമ്മുടെ മിക്സിലേക്ക് ചേരുന്ന വിധം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായി പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു മോൾഡിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പിൽ മോൾഡാണ് എടുത്തിരിക്കുന്നത്. മോൾഡ് വേണമെന്നൊന്നുമില്ല, നമുക്ക് കൈ വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. ഷേപ്പാക്കി വെച്ച നമ്മുടെ മിക്സ് കോഴിമുട്ടയിലോട്ട് ആദ്യം മുക്കി, ദെൻ ബ്രെഡ് ക്രംസിലോട്ട് മുക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ചെറുപയറിൻ്റെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പിന്നെ സോസിൽ മുക്കിയിട്ട് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം.